ഹലോ എല്ലാവർക്കുമായും മലയാളി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ സ്നേഹക്കൂട്ട് പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ പ്രതാപൻ നമ്മുടെ ഇന്ദ്രജിത്തുമായിട്ട് കണ്ടുമുട്ടുകയാട്ടോ. അപ്പൊ നമ്മുടെ ഇന്ദ്രജിത്ത് പറയുന്നുണ്ട്, ഋതുവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തണം, ജീവനിൽ പേടിയില്ലാത്തത് ആരാണുള്ളത്, അങ്ങനെ അവൾ സൈൻ ചെയ്ത് തന്നോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ആ ഒരു മുദ്ര പേപ്പറിൽ. അതേപോലെ തന്നെ നമ്മുടെ പ്രതാപൻ ഇവിടെ വന്ന് കുറെ ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഋതു ആയതുകൊണ്ട്, ഋതുവിനെ നമുക്കറിയാലോ ഭയങ്കര തന്റേടാണെന്ന് അറിയാലോ. അപ്പൊ ഋതു പറയുന്നുണ്ട്, എന്നെ ദേഹത്ത് തൊട്ടാ നിങ്ങൾക്ക് വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് കുറെ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ പ്രതാപൻ അങ്ങോട്ട് മാറിയ ടൈമില് നമ്മുടെ ഋതു അവിടെയുള്ള ഒരു ലാൻഡ് ഫോണീന്ന് ആരെയൊക്കെയോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാഴ്ച നമ്മുടെ പ്രതാപം കണ്ടിട്ട് ആ ഒരു ടെലിഫോൺ തകർത്തെറിഞ്ഞ് കളയുന്നുണ്ട് ട്ടോ. അതിന് പിന്നാലെ നമ്മുടെ സേതുവും പല്ലവിയും കൂടെ അവിടെ ചർച്ച ചെയ്യുവാ ആരെടുത്തായിരിക്കും എന്നുള്ളത്. അപ്പൊ നമ്മുടെ പല്ലവി തറപ്പിച്ച് പറയുന്നുണ്ട്, ഈ ഋതുവിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഉറപ്പായിട്ടും പ്രതാപൻ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സേതു നമ്മുടെ പ്രതാപനെ പോയി ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പൊ പ്രതാപൻ പറയുന്നുണ്ട്, നീ വലിയ വല്യേട്ടനൊക്കെ അല്ലേ, നീ കണ്ടുപിടിച്ചോ, എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് അവളെന്ന് പ്രതാപൻ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സേതുവിനാണെങ്കിൽ സ്ഥലം എവിടെയെന്ന് അറിയാതെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ ഋതു ആ ഒരു ഫോണൊക്കെ തരിപ്പണമാക്കിയിട്ടാണ് നമ്മുടെ പ്രതാപൻ പോയതെങ്കിൽ കൂടി നമ്മുടെ ഹലോ സിനിമയില് നമ്മുടെ നായിക ചെയ്യുമല്ലോ, ആ ഒരു വയറുകൾ കൂട്ടിമുട്ടിച്ചിട്ട് ഇങ്ങനെ കോൾ ചെയ്യാൻ വേണ്ടി. അതേപോലെ ഋതു ഇങ്ങനെ ശ്രമിക്കുന്നൊക്കെയുണ്ട് ട്ടോ. ആ ഒരു ഫോണിലെ വയറുകൾ കൂട്ടിമുട്ടിച്ചിട്ട് ആരൊക്കെയോ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെയുണ്ട് ട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത് അല്ലേ. നമ്മുടെ സേതു നമ്മുടെ ഋതുവിനെ രക്ഷിച്ചെടുത്താൽ പിന്നെ ഋതുവിന് നമ്മുടെ സേതുവിലുള്ള ഒരു വിശ്വാസവും കൂടി ആയിരിക്കും തിരികെ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അടിപൊളിയാവും പിന്നെ സ്നേഹക്കൂട്ട് അല്ലെ പ്രേക്ഷകർ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.